അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 1 കാനഡ ഡേ ആണ്. ഞാനിവിടെ വന്നിട്ട് 2 വർഷമാകാൻ പോകുന്നു. അപ്പം എൻ്റെ രണ്ടാമത്തെ കാനഡ ഡേ സെലിബ്രേഷനാണ് ഇവിടുത്തെ. കഴിഞ്ഞ വർഷത്തെ എനിക്ക് കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഈ വർഷം എന്തായാലും ഉറപ്പിച്ചതായിരുന്നു സെലിബ്രേഷൻ കാണണമെന്ന്. അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു പരേഡ് പോലെയാണ്. അപ്പം ഒരുവിധപ്പെട്ട എല്ലാ കമ്പനിയിൽ നിന്നും ലോക്കൽ ബിസിനസ്സിൽ നിന്നും എല്ലാം പ്രതിനിധികൾ കാണും. അപ്പോൾ ഗൈസ് കാനഡ ഡേ എന്താണെന്ന് ഞാൻ ഒന്ന് ചുരുക്കത്തിൽ പറയാം. അപ്പം ജൂലൈ 1 എല്ലാ വർഷവും കാനഡ ഡേ ആഘോഷിക്കുന്നത്. 1867 ജൂലൈ 1 ബ്രിട്ടീഷ് നോർത്ത് അമേരിക്കൻ ആക്ട് പ്രകാരം 3 വ്യത്യസ്ത കോളനികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡ, നോവ സ്കോഷ്യ ആൻഡ് ന്യൂ ബ്രിൻസ്ക എന്ന് പറഞ്ഞ ഈ 3 സ്ഥലങ്ങൾ ചേർന്നാണ് ഈ രാജ്യം രൂപീകരിക്കുന്നത്. പിന്നെ തുടക്കത്തിലൊക്കെ ഈ കാനഡ ഡേക്ക് പകരം അവർ ഡൊമിനിയൻ ഡേ എന്നാണ് പറയുന്നത്. പിന്നെ 1982 രാജ്യത്തിൻ്റെ പേര് കാനഡ എന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് ഈ കാനഡ ഡേ എന്നുള്ള പേര് വന്നതും സെലിബ്രേഷൻ വന്നതും. അത് 1982 ഒക്ടോബർ 27 ആ പേര് മാറ്റി, ഡൊമിനിയൻ ഡേ എന്നുള്ള പേര് മാറ്റി കാനഡ ഡേ എന്നുള്ള പേരാക്കിയത്. ഈ കാനഡ ഡേക്ക് ഇവിടെ എല്ലാവർക്കും ഓഫാണ്. അന്ന് ഇവർ ഭയങ്കര സെലിബ്രേഷനാണ്. കാനഡ ഡേയുടെ തലേന്ന് ഫയർ വർക്ക്സ് കാണും. പിന്നെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഓരോരോ പരേഡുണ്ട്, പിന്നെ മാർച്ചുണ്ട്, പിന്നെ ഓരോരോ മ്യൂസിക്, അങ്ങനെയൊക്കെ. ഇതൊരു ലോങ് വീക്കെൻഡ് ആയിരിക്കും മിക്കപ്പോഴും വരുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഇവിടെ ഉള്ള ഓരോ ലോക്കൽ ബിസിനസ്സിൻ്റെ അവരെയൊക്കെ പ്രതിനിധീകരിച്ച് കൊണ്ടുവരുന്ന ഓരോരോ ഇതാണ്. ഇവിടെ ഒരു കൃഷിസ്ഥലമാണ് മെയിൻ. അപ്പം വലിയ വലിയ ട്രാക്ടേഴ്സൊക്കെ, നമ്മളെ നാട്ടിലേക്ക് ഒരു ഉത്സവത്തിൻ്റെ ഫീലാണ് എനിക്ക് വന്നത്. കാരണം ആനയൊക്കെ വരുന്ന പോലെയാണ് ഈ വലിയ വലിയ മെഷീൻസ് വന്നത്. ആ റോഡ് മൊത്തത്തിൽ നിറഞ്ഞ് നിൽക്കുകയാണ് അത്രയും വലിയ മെഷീൻസൊക്കെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. പിന്നെ ഇന്നിവിടെ പരേഡ് മാത്രമല്ല, ഇനി അങ്ങോട്ട് ഒരു പാർക്കിലോട്ട് മുട്ടം പരിപാടിയുണ്ട്. അപ്പം ഞാൻ വന്നപ്പോഴേ ഒരു ടാറ്റുവിൻ്റെയൊക്കെ ഉണ്ട്. അങ്ങനെ ടാറ്റു ഒക്കെ അടിച്ച് ഇവിടെ ഒരു പ്രെയർ കാര്യങ്ങളൊക്കെ, ഒരു പാട്ടൊക്കെ കിടക്കുന്നുണ്ട്. എന്തുവെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മളെ മെയിൻ കാര്യം ഫുഡടി, അതും കഴിഞ്ഞ് എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. ഇവിടെ നമ്മുടെ അമ്മൂസ് ചൂണ്ടയിടുവാണ്. പിള്ളേർക്കൊക്കെ വേണ്ടി ഒരുപാട് ഗെയിംസ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫിഷിംഗ് ഗെയിമാണ്. അപ്പോൾ അമ്മൂസിനെ അത് കിട്ടി. ആ ഒരു ഡോഗിനെ കണ്ട്. അപ്പോൾ ഗൈസ് അമ്മൂസ് അടുത്തൊരു ഗെയിമാണ് കളിക്കുന്നത്. സോഡ കുപ്പിക്കകത്ത് മറ്റേ റിങ് ഇടുന്ന ഒരു ഗെയിമാണ്. അവൾക്കൊരു പ്രൈസും കിട്ടി. ചേച്ചി ആ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. ഞാനും ചെയ്തായിരുന്നു. പ്രത്യേകിച്ചൊന്നും കിട്ടിയൊന്നുമില്ല. പിന്നെ അപ്പോഴത്തേക്കാണ് ഈ 2 പേരെ കണ്ടത്. ഞാനിത് ഡിസ്കവറിയിലൊക്കെ കണ്ടിട്ടുണ്ട്, ആഫ്രിക്കൻ പീപ്പിൾ ഇങ്ങനത്തെ ഓരോ ഇതിനകത്തൊക്കെ നടക്കുന്നത്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ്. പിന്നെ പിന്നെയും ഞാനൊരു സാൻഡ്വിച്ചൊക്കെ കഴിച്ച് അങ്ങനെ എല്ലാവരുമായിട്ട്, പാപ്പിച്ചേട്ടനും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരുമായിട്ട് അവിടെ വൈബ് അടിച്ച് കിടന്നു. അങ്ങനെ ഞങ്ങൾ അവരെ പിന്നെയും കണ്ടുമുട്ടി കാഴ്ച. എനിക്കൊന്ന് മാവേലിയുടെ പോലത്തെ എന്തോ ഒരു ദൈവങ്ങളാണെന്ന് തോന്നി ഇവർ. പിന്നെ ഞങ്ങൾ പോയത് ഒരു ഡോഗ് ഷോയ്ക്കാണ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഡോഗ് ഷോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഡോഗ് ഷോ ഒക്കെ കാണുന്നത്. പക്ഷേ അടിപൊളിയായിരുന്നു. നല്ല സ്കില്ലൊക്കെ ഉള്ള ഡോഗ്സ് തന്നെ ആയിരുന്നു. പക്ക എൻ്റർടൈൻഡ് ആയിരുന്നു അവിടെ. അപ്പോൾ അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന ഓൾസിലെ ഒരു ഫയർ ട്രക്കാണ്. അവിടെ കാനഡയുടെ ഫ്ലാഗൊക്കെ നമ്മൾ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഒരു പ്രചോദനം പോലാണ്. ഇൻറ്റീരിയർ നോക്കേ, ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിരുന്നു. ഒരുപാട് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.